ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞങ്ങൾക്കിന്ന് പ്രാക്ടീസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. നല്ല വെയിലാണ്, എന്നാലും കുഴപ്പമില്ല. വെയിൽ നമുക്കൊരു പ്രശ്നമുള്ള കാര്യമല്ലല്ലോ അല്ലേ. അപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ അകത്തുകൊണ്ട് വെച്ചാൽ വണ്ടിയിലാണ് വന്നത്. വണ്ടി വെച്ച് വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കൊണ്ടുവച്ചിട്ട് വണ്ടി അകത്തേക്ക് കൊണ്ടുവച്ചിട്ട് രണ്ടാമത് പോവുകയാണ്. അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാം, എൻ്റെ വീഡിയോ ആണെന്ന് എല്ലാവർക്കും അറിയാം ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് എവിടെയാണ്. അപ്പോൾ ഞങ്ങളെക്കാളും മുന്നേ സീനിയർ പ്ലേയേഴ്സൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ സുധീഷണ്ണാണ്. പുള്ളി കുറച്ച് പഞ്ച്വാലിറ്റിയിലെ പുള്ളി കുറച്ച് കണിശക്കാരനാണ് കേട്ടോ. അപ്പോൾ കറക്റ്റ് സമയത്തൊക്കെ പുള്ളിക്കാരെ എത്തും. ഞങ്ങളെ ക്യാപ്റ്റൻ ഇത് എത്തിയിട്ടില്ല, ക്യാപ്റ്റൻ ഉടനെ എത്തും. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഞാൻ സാധനമൊക്കെ ഞാൻ ഇവിടെ കൊണ്ടുവച്ചാണ് ഓൾറെഡി. ഞാൻ ഷൂസൊക്കെ ഇടുക കേട്ടോ. ഷൂസ് കിട്ടുന്നെങ്കിൽ എന്താണ് പിന്നെ നമ്മളെ റുട്ടീൻ എല്ലാവരും കാണിക്കണം. ഷോ ഷാൻ റെഡി. ഞങ്ങൾ വാമ്പൊക്കെ ചെയ്ത് അപ്പോഴത്തേക്ക് ഞങ്ങൾ പ്ലേസൊക്കെ വരും. ചിരിക്കാറാ വീഡിയോ നോക്കി വീടുക. എന്തോ ആക്ടിങ്. നടക്കൂടെ ഇത് കുറേ നേരം ആയാലും പെട്ടെന്ന് നട. നല്ല വീട്. ഞാൻ വീട്ടിൽ തോന്നേ അമ്മയുടെ അടിച്ചു പറ്റിയതാ. പക്ഷെ അമ്മയെ ഇടുന്നില്ല, ഞാനിടുന്നേ. ക്രീമില്ലാതെ ഒരു രക്ഷയില്ല മോനെ. അപ്പം ഞാനിടുന്നത് മറ്റേ ഇതാ, വിരാട് കോഹ്ലിയുടെ. വിരാട് കോഹ്ലി ഈശാൻ കിഷനൊക്കെ ഉപയോഗിക്കത്തില്ല മറ്റേ സാധനം. എൻ്റെ പേരെന്ത് വരുന്നത്? പക്ഷേ നല്ല സൺസ്ക്രീം ആട്ടോ, സീനാണ്. ഞാനൊരു 3 ബോട്ടിൽ മേടിച്ചു. അതോ 1290 രൂപ എന്തോ, 50 ഗ്രാം എന്തോളാം. 3 ബോട്ടിൽ 1290 രൂപ. അടിപൊളി സാധനം, വേറെ റേഞ്ച്. ഇട്ട് കഴിഞ്ഞാൽ കിട്ടിലുമാണ്. കിട്ടിലെന്ന് വെച്ചാൽ കിടിലം ഉഗ്രത്തിന് നമ്മളെ സണ്ണിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എന്നാലും ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇടുന്നുണ്ട്. എൻ്റെ മാറ്റം എൻ്റെ മുഖത്ത് കാണുന്നുണ്ട്, എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. നോക്കട്ടെ. അപ്പോൾ നിങ്ങളെന്തായാലും അത് മേടിച്ച് അതിൻ്റെ പേര് ഞാൻ കണ്ടിൽ കൊടുത്തേക്കാം. ഓക്കെ, ഇത് ഞങ്ങളെ ഇന്ത്യൻ പ്ലെയർ ആട്ടോ, റെഡ് ബി ഇൻ്റർനാഷണൽ ഷാജ അക്ബർ. വെള്ളം ചെയ്യുന്നേ സവാളി നമുക്ക് വെള്ളമൊക്കെ ഇവിടെ വന്നതാണ്. ഹായ് പറഞ്ഞ ഞങ്ങളെ സബ്സ്ക്രൈബേഴ്സിന് ഹായ് പറഞ്ഞു. ഹായ്. ഇത് സംസാരിക്കാൻ പറ്റാത്ത ആൾക്കാരാട്ടോ. അപ്പോൾ സുധീഷ് അണ്ണവർക്ക് വേണ്ടി പ്രാക്ടീസ് കൊടുക്കുന്നുണ്ട്. ഇവരെല്ലാവരും സംസാരിക്കാൻ കഴിയാത്ത ആൾക്കാരാണ്. പക്ഷേ സുധീഷ് അണ്ണൻ ഇത് മാനേജ്, ഞാൻ ആദ്യമായിട്ടത് കാണുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെ ഇതൊക്കെ പഠിച്ച് ഇതൊക്കെ മനസ്സിലാവുന്നുള്ളത് വലിയ കാര്യം. എനിക്ക് സുധീഷ് ഇതെങ്ങനെ സാധിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. നല്ല കൊളാം അത് മനസ്സിലാവുന്നുണ്ട് അവർക്ക്. അല്ലേ അവരെ അത്ര രീതിയിൽ റെസ്പോണ്ട് ചെയ്യത്തില്ലല്ലോ. അതായത് സുധീഷണം പറഞ്ഞു കൊടുക്കുന്ന കാര്യം മനസ്സിലാവുന്നതാണ് അവർ റെസ്പോണ്ട് ചെയ്യുന്നത്. ഓടാ യാർ ബോൾ, വിൻറ്റേജ് ബോളറാട്ടോ. എല്ലാ മാച്ചിലും 4-3 വിക്കറ്റ് എടുത്ത ബോളറാണ്. എന്ത് ചെയ്യാനാ, അവളതിന് എറിയാൻ അവസരം കൊടുക്കും. എറിയട്ടെന്ന് വിചാരിച്ചു. ഷാജ അക്ബർ ബോൾ. ഷാജ ഓ ഷോട്ടാ പണിക്കാറില്ലടാ ബോൾ. ഓ
കാലൊന്ന് മടങ്ങി. അയ്യോ, അതാ ബോൾ ചെയ്യാതെ ഇങ്ങനെ കുടിയിൽ ആംഗിൾ ഡിസ്റ്റായി. നല്ല പെയിനുണ്ട്, നല്ല പെയിൻ. അയ്യോ, ഞാനിങ്ങനെ ബോൾ ചെയ്യാൻ നിൽക്കുന്ന കേട്ടോ. നേരെ നേരെ, ഒത്തിരി എവയാ, ഒത്തിരി എവയാ. ബാറ്റ് ബാറ്റ്. വെറൈറ്റി ഓഫ് ഗെയിം. അവിടെ നിൽക്കുക മര്യാദക്ക്, അവിടെ നിന്ന് ബാറ്റ് ചെയ്യും. ഈ ഗെയിമൊന്നും അല്ല കേട്ടോ പുള്ളി മാച്ച് കളിക്കുന്നത്. എൻ്റെ കളി ഡിഫറെൻ്റ് ആണ്, അതാണ് വേറൊരു രസം. ഈ നെറ്റ് ചെയ്യുന്ന പോലെയൊന്നും അല്ല ബാറ്റ് ചെയ്യുന്നത്, അതാണ് വേറൊരു രസം. For run. അടുത്ത ബോൾ വീഴോ. ഞാൻ ഓസ്പിന് ലെഗ് സ്പിൻ പറയും. ലെഫ്റ്റ് ഹാൻഡ് ഐസ് ഓസ്പിന്, റൈറ്റ് ഹാൻഡ് ലെഗ് സ്പിൻ പറയും. അപ്പോൾ നോക്കിയോ ഓസ്പിൻ. ലെഗ് സ്പിൻ നോക്കിയോ, റൈറ്റ് ഹാൻഡ് സി. ഒന്ന് ഒരു ബോൾ ഇറങ്ങല്ലേ, ഒരു ബോൾ. പുള്ളി ടയേർഡായിരുന്നു, ക്ഷീണം. ഒറ്റ ഉളത്ത് പോകും. ശരിക്കും ഒരു ഫോണിന് സ്റ്റാൻഡില്ലാതെ, ക്യാമറ സ്റ്റാൻഡില്ലാതെ ഭയങ്കര പ്രശ്നമാണ്. ഇത് അതാണ് ഇടയ്ക്ക് ഒത്തിരി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്തത്. ഇതിപ്പോൾ ഞാൻ തന്നെ ബോൾ ചെയ്തിട്ട് അടുത്താകെ ഒരു ഫോൺ കൊടുക്കണം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ മാറി മാറിയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എപ്പോഴും നന്നായിട്ട് ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എപ്പോഴും അങ്ങനെ ഫോൺ എടുത്തുകൊണ്ട് പോയി വീഡിയോ എടുക്കുന്ന കാര്യം കുറച്ച് ചടങ്ങാം. അതാണ് വേറൊരു പ്രശ്നം. അപ്പോൾ എന്തായാലും ഒരു ക്യാമറ സ്റ്റാൻഡ് ഉടനെ നമ്മൾ മേടിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോസൊക്കെ വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ ഇപ്പോഴും പറയുന്നത്, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക, ഫേസ്ബുക്ക് പേജ് കൊണ്ടും അതും ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.